ഗൈസ്, കഴിഞ്ഞ ആഴ്ചകളിൽ വന്നിട്ടുള്ള ഒരു വാർത്തയായിരുന്നു. ടോം അൾഡ്രഡ് എന്ന് പറഞ്ഞിട്ടുള്ള മോഹൻ ബഗാന്റെ സെൻട്രൽ ബാക്ക് ആയിട്ടുള്ള താരം ക്ലബ്ബ് വിടും. അതും റിലയബിൾ ആയിട്ടുള്ള ചില സോഴ്സസിൽ നിന്നൊക്കെ അത് വന്നതാണ്. BFC ടോം അൾഡ്രഡിനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതൊക്കെ. എന്താണെങ്കിലും ഇന്ന് ഒരു അപ്ഡേറ്റ് വരുന്നു. മോഹൻ ബഗാന്റെ ഒഫീഷ്യൽ സൈഡിൽ നിന്ന് തന്നെ ടോം അൾഡ്രഡ് തുടരും, ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാണെങ്കിലും പറഞ്ഞ പോലെ റിലയബിൾ സോഴ്സസിനെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ടിട്ടുള്ള ഒരു തീരുമാനമാണ് മോഹൻ ബഗാൻ എടുക്കുന്നത്. നമുക്കറിയാലോ, മോഹൻ ബഗാൻ്റെ ഡിഫൻസിൽ ആൽബർട്ടോ റോഡ്രിഗസും ടോം അൾഡ്രഡും മികച്ച പ്രകടനം തന്നെയാണ് നടത്തിയത്. ഈ സീസണിൽ വളരെ കുറഞ്ഞ ഗോളുകൾ മാത്രമാണ്, ഏറ്റവും കൂടുതൽ ക്ലീൻ ഷീറ്റുകൾ സ്വന്തമാക്കിയിട്ടുള്ള ടീമാണ്. ഇപ്പോൾ അൻവർ അലിയൊക്കെ പോയെങ്കിലും ആ ഒരു ഡിഫൻസീവ് സെൻറ്റർ ബാക്ക് മികച്ച രീതിയിൽ കളിച്ചത് തന്നെയാണ് അവരുടെ ഒരു കിരീടത്തിലേക്ക് എത്തിയതിൽ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് മാറിയത്. ഇപ്പം 26 മത്സരങ്ങളിലും അദ്ദേഹം കളിച്ചു എന്നുള്ളതാണ്. അതിൽ നിന്ന് 2 ഗോൾ ഒരു അസിസ്റ്റും അദ്ദേഹത്തിന് ഒരു ഡിഫൻഡറായിട്ട് കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് പറയുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വലിയൊരു എക്സ്പീരിയൻസ് ഒക്കെ തന്നെയുള്ള പ്ലെയറാണ്. ഇപ്പം സ്കോട്ടിഷ് പ്ലെയറാണ്. സ്കോട്ട്ലൻഡിന് വേണ്ടി അണ്ടർ 19 കളിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇംഗ്ലണ്ടിലെ ലീഗ് 1, ലീഗ് 2 ഒക്കെ കളിച്ചിട്ടുണ്ട്. സ്കോട്ട്ലൻഡിലെ പ്രീമിയർഷിപ്പിലൊക്കെ കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നീട് A ലീഗിൽ നിന്നാണ്, ബ്രിസ്ബേൻ റോവർ എന്ന് പറഞ്ഞിട്ടുള്ള A ലീഗ് ക്ലബിൽ നിന്നാണ് മോഹൻ ബഗാനിലേക്ക് താരത്തെ സൈൻ ചെയ്യുന്നത്. കഴിഞ്ഞ സീസണിലെ മോഹൻ ബഗാൻ്റെ ഒരു വലിയ സൈനിങ് തന്നെയായിരുന്നു. എന്നാണെങ്കിലും നമുക്ക് ഇനിയിപ്പോൾ അടുത്ത വർഷവും ഈ പറഞ്ഞ പോലെ ആ ഒരു സെൻറ്റർ ബാക്ക് ഡുവോ, ആ ഡുവോ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇന്ത്യൻ സെൻട്രൽ ബാക്സിലേക്കും കൂടിയൊക്കെ പോയിട്ട് ഡിഫൻസ് കൂടുതൽ ശക്തമാക്കുമോ എന്നുള്ളതൊക്കെ കണ്ടറിയാൻ പറ്റും. ഈ ഒരു വാർത്ത വന്നതോടുകൂടി BFCയുടെ ഒരു പ്രതീക്ഷ അസ്തമിക്കുന്നു. ജോവാനോവിച്ച് ക്ലബ്ബ് വിടുമെന്ന് ഉറപ്പാണ്, കാരണം അദ്ദേഹം റിട്ടയർ ചെയ്യുന്ന സാഹചര്യമാണ്. അപ്പം ടോം അൾഡ്രഡ് ആയിരുന്നെങ്കിൽ നമ്മൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അതൊരു വലിയൊരു അപ്ഗ്രഡേഷൻ ആയിട്ടൊക്കെ മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അതൊന്നും നടക്കുന്നില്ല. ടോം അൾഡ്രഡ് മോഹൻ ബഗാനിൽ തന്നെ തുടരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസിലാം. ഒരു കണക്ഷൻ സനിയ.